രാജ്യത്തെ പൗരന്മാർക്ക് എഴുതിയ തുറന്ന കത്തിലാണ് ഒരു കാലത്ത് നക്സലുകളുടെയും മാവോയിസ്റ്റുകളുടെയും ശക്തി കേന്ദ്രങ്ങളായിരുന്ന പ്രദേശത്ത് ഇത്തവണ ആദ്യമായി ദീപാവലി ആഘോഷം നടന്നുവെന്ന കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പല മേഖലകളിലും ഒരു കാലത്ത് നക്സൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രദേശങ്ങളിലൊക്കെ ആദ്യമായി ദീപാവലി ആഘോഷിക്കപ്പെടുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ മൺചിരാതുകൾ ഉൾപ്പെടെയുള്ളവ ജനങ്ങൾ തെളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനിടയിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്ത വർഷത്തോടുകൂടി നക്സൽ മാവോയിസ്റ്റ് ഭീഷണി പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന പോലീസ് മരണദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗ് ഈ അവശേഷിക്കുന്ന നക്സൽ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുകൂടി അവരെ തുരത്തുമെന്ന് അവരെ തുടച്ചു നീക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായിരുന്ന ചുവന്ന ഇടനാഴികൾ ഇപ്പോൾ വികസന ഇടനാഴികളായി മാറുകയാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനു പുറമെ നക്സലുകളുടെ ശക്തി കേന്ദ്രങ്ങൾ, നക്സൽ ഹബ്ബായിരുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ ഹബ്ബുകളായി മാറുകയാണെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും നക്സൽ മാവോയിസ്റ്റ് സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന സൂചനകൾ തന്നെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും നൽകിയിരിക്കുന്നത്.